മനുഷ്യരെല്ലാവരും പൊതുവായ ചില പ്രശ്നങ്ങൾ പങ്കിടുന്നു. അവയെല്ലാം ശരിയായി ചിത്രീകരിച്ചാൽ മാത്രമേ ഒരു സിനിമ മനസ്സിലാക്കാൻ കഴിയൂ എന്ന് പറഞ്ഞത് അക്കിറ കുറോസാവയാണ്. ലോക സിനിമയിൽ ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത സംവിധായകനാണ് അക്കിറ കുറോസാവ. തൻ്റെ 50 വർഷത്തെ കരിയറിൽ 30 സിനിമകൾക്കാണ് കുറോസാവ ജീവൻ നൽകിയത്. ആഖ്യാനപരമായും കലാപരമായും സിനിമ എന്ന മാധ്യമത്തെ പുതുക്കി പണിയുകയും നവീനമായൊരു സിനിമാ ശൈലി നിർമ്മിച്ചെടുക്കുകയും ചെയ്തു എന്നതുകൊണ്ട് തന്നെയാണ് കുറോസാവ ലോക സിനിമയുടെ ആചാര്യന്മാരിൽ ഒരാളായി ഇന്നും നിലകൊള്ളുന്നത്. ആയിരത്തി 1910 മാർച്ച് 23 ജപ്പാനിലെ ടോക്കിയോയിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് അക്കിറ കുറോസാവ ജനിക്കുന്നത്. ചെറുപ്പം മുതലേ സിനിമകളോട് തന്നെയായിരുന്നു കുറോസാവയ്ക്ക് താല്പര്യം. പിതാവിൻ്റെ കൂടെ ധാരാളം നിശബ്ദ സിനിമകൾ ചെറുപ്പം തൊട്ടേ അക്കിറ കുറോസാവ കാണുമായിരുന്നു. എന്നാൽ സ്കൂൾ പഠനത്തിന് ശേഷം പെയിൻറ്റിംഗ് പഠിക്കാൻ ചേർന്ന് ചിത്രകാരനായി ജോലി ചെയ്തെങ്കിലും സിനിമ തന്നെയാണ് തൻ്റെ മാധ്യമം എന്ന തിരിച്ചറിവിൽ PCL എന്ന സിനിമാ സ്റ്റുഡിയോയിൽ 1943 വരെ അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്യുകയും ആ വർഷം തന്നെ സാൻഷിരോ സുഗാതയിലൂടെ സ്വതന്ത്ര സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു. പിന്നീട് 1950 പുറത്തിറങ്ങിയ റാഷമോൺ എന്ന സിനിമയിലൂടെ ലോക സിനിമയിൽ തൻ്റെ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു അക്കിറ കുറോസാവ. റാഷമോൺ എഫക്റ്റ് എന്ന പേരിൽ ഇന്ന് ലോകത്തെമ്പാടും സിനിമകളിലും കഥകളിലും സകല മാധ്യമങ്ങളിലും റാഷമോണിലെ ആഖ്യാന രീതി ഉപയോഗിച്ചു വരുന്നു. അതായത് ഒരു സംഭവത്തിൻ്റെ പല രീതിയിലുള്ള വീക്ഷണങ്ങൾ പലതരം ആളുകളിലൂടെ വിവരിക്കുന്നതിനെയാണ് റാഷമോൺ എഫക്റ്റ് എന്ന് പറയുന്നത്. ചിത്രം ആ വർഷത്തെ വെനീസ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുകയും ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം സ്വന്തമാക്കുകയും ചെയ്തു. കൂടാതെ മികച്ച വിദേശഭാഷാ ചിത്രത്തിനുള്ള അക്കാദമി പുരസ്കാരവും ആ വർഷം ചിത്രം സ്വന്തമാക്കിയിരുന്നു. റാഷമോൺ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതോടുകൂടി ലോക സിനിമയിൽ ജാപ്പനീസ് സിനിമയ്ക്ക് ഒരു പുതിയ വാതിൽ തുറക്കാനും കുറോസാവയ്ക്ക് സാധിച്ചു. 1952 പുറത്തിറങ്ങിയ ഇക്കിറു, 1954 പുറത്തിറങ്ങിയ 7 സാമുറായി എന്നീ സിനിമകൾ ലോക സിനിമയിലെ മികച്ച സൃഷ്ടികളായി ഇന്നും നിലകൊള്ളുന്നു. ചിത്രകാരനായതുകൊണ്ട് തന്നെ തൻ്റെ സിനിമകളിൽ സ്റ്റോറി ബോർഡ് ചെയ്തിരുന്നതും കുറോസാവ തന്നെയായിരുന്നു. കൂടാതെ റാൻ, ത്രോൺ ഓഫ് ബ്ലഡ്, സ്ട്രേ ഡോഗ്, ഡ്രീംസ് എന്നീ സിനിമകളും കുറോസാവയുടെ മികച്ച ചിത്രങ്ങളായി ഇന്നും വിലയിരുത്തപ്പെടുന്നു. ആജീവനാന്ത നേട്ടത്തിനുള്ള അക്കാദമി പുരസ്കാരം, ഡയറക്ടേഴ്സ് ഗിൽഡ് ഓഫ് അമേരിക്കയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം എന്നിവയും കുറോസാവയെ തേടിയെത്തിയിരുന്നു. സിനിമ പഠിക്കുന്നവർക്കും സിനിമയെ ഗൗരവകരമായി കാണുന്നവർക്കും കുറോസാവ സിനിമകൾ ഇന്നും ഒരു വലിയ പാഠപുസ്തകം തന്നെയാണ്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.